1919 ഏപ്രിൽ 13 ഒരു ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് അരങ്ങേറിയ ഈ ദുരന്തം നേരിട്ടോ അല്ലാതെയോ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് കരുത്തേകുകയാണ് ചെയ്തത്. രണ്ട് ഇന്ത്യൻ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ പൊതു ഉദ്യാനമായ ജാലിയൻ വാലാബാഗിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ഒത്തുകൂടിയപ്പോഴായിരുന്നു സംഭവം. വിയോജിപ്പുകളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികൾ അടിച്ചേൽപ്പിച്ച ക്രൂരമായ റൗലറ്റ് നിയമം പിൻവലിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു. England is so powerful. Its army and its navy, all its modern weapons. But when a great power like that strikes defenseless people, it shows its brutality, its own weakness. അതേസമയം ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേനയിൽ നിന്ന് ക്രൂരമായ പ്രതികരണമാണ് സമ്മേളനത്തെ നേരിട്ടത്. മുന്നറിയിപ്പില്ലാതെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികർ ഉൾപ്പെടെയുള്ള ഡയറിന്റെ സൈന്യം പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് അതിന്റെ ഏക വഴി അടച്ചുകളഞ്ഞു. നിരായുധരായ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ ഡയർ തന്റെ സൈന്യത്തോട് ആജ്ഞാപിച്ചു. രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ജനക്കൂട്ടത്തിന് നേർക്ക് പട്ടാളം വെടിയുണ്ടകൾ അയച്ചു. ഏകദേശം 10-15 മിനിറ്റോളം വെടിവെപ്പ് തുടർന്നു. ഈ സമയത്ത് നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂട്ടക്കൊലയുടെ വിവേചനരഹിതവും ദയാരഹിതവുമായ സ്വഭാവം രാജ്യത്തെ ഞെട്ടിക്കുകയും ഇന്ത്യയിലും വിദേശത്തും വ്യാപകമായ അപലപനം നേടുകയും ചെയ്തു. കൂട്ടക്കൊലയുടെ അനന്തരഫലങ്ങൾ പഞ്ചാബിൽ പട്ടാള നിയമം അടിച്ചേൽപ്പിക്കുകയും പൗരാവകാശങ്ങൾ കൂടുതൽ അടിച്ചമർത്തുകയും ചെയ്തു. സംഭവം കൈകാര്യം ചെയ്തതിന് ബ്രിട്ടീഷ് സർക്കാർ കടുത്ത വിമർശനം നേരിട്ടു. ഇത് ഹണ്ടർ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു പൊതു അന്വേഷണത്തിലേക്ക് നയിച്ചു. ഡയർ തന്റെ കമാൻഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് വിമർശനം നേരിടുകയും ചെയ്തിട്ടും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ മുറിവുകൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലകൾക്ക് ആക്കം കൂട്ടി. ഈ കൂട്ടക്കൊല ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു വഴിത്തിരിവായി മാറി. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാനുള്ള ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തെ ശക്തിപ്പെടുത്തുകയും ആത്യന്തികമായി 1947 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് സംഭാവന നൽകുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പാടുകൾ ഇപ്പോഴും ആഴത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിലും നീതിക്കും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അവ ഇന്നും നിലകൊള്ളുന്നു. ഈ ദാരുണമായ സംഭവത്തെ അനുസ്മരിക്കുന്ന വേളയിൽ രക്തസാക്ഷികളുടെ സ്മരണയെ ആദരിക്കുകയും ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, സമാധാനം എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യാം.